Hey guys, Assalamualaikum. Welcome back to another video. It's me Lia. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലെ സെൻഡ് ഓഫിൻ്റെ വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സിന് വരാൻ പറ്റിയിട്ടില്ല, അപ്പോൾ മിസ്സിൻ്റെ കൂടെ വേറെ സെലിബ്രേഷൻ ഉണ്ടെന്ന്. ഇന്ന് മിസ്സിൻ്റെ കൂടെയുള്ള സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് നടത്തണം എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. സ്റ്റഡി ലീവിൻ്റെ ടൈമാണ്, അപ്പോൾ നടക്കില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ എവിടെ വെച്ചാക്കണം എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ശാന്തിതീരം മനസ്സിൽ വന്നത്. അങ്ങനെ ഞങ്ങൾ ശാന്തിതീരത്ത് എത്തിയിട്ടുണ്ട്. ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോന്ന് ഇവിടെ ഡെക്കറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതിന് മുമ്പ് മിസ്സിൻ്റെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മിസ്സിന് ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സാണ് മിസ്സിന് ഇട്ടിട്ടുള്ളത്. മിസ്സ് വരുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ രാവിലെ വന്ന് പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആട്ടോ, ഈ ബലൂണും ഫുഡ് ഐറ്റംസും ഈ റിംഗ് ആൽബമൊക്കെ. ഞാൻ നേരത്തെ അണിഞ്ഞൊരുങ്ങി വന്ന് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് സ്കൂളിലെത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഫുള്ള് കൊളായി എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളൊരിക്കലും നമ്മളെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുതല്ലോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ശാന്തിതീരത്തെത്തി എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്. ഇനി മിസ്സ് വന്നാൽ മാത്രം മതി. അതിന് മുമ്പ് ഞാൻ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ റെയിൻബോ തീമാണ് ഉദ്ദേശിച്ചത്, അതേപോലെ തന്നെ ആയി. മിസ് വന്നു. എല്ലാവരും കൂടെ നല്ല ഭംഗിയുണ്ട് മക്കളെ. മിസ്സിൻ്റെ മുഖത്ത് ഈ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. നമ്മൾ ഫസ്റ്റ് കൊളായി എന്ന് വിചാരിച്ച സംഭവം അടിപൊളിയായിട്ട് ഡെക്കറേഷൻസും കഴിഞ്ഞു. മിസ്സും ഭയങ്കര ഹാപ്പിയായി, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം. നമ്മൾ ശരിക്കും നല്ല ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമുക്ക് ഒന്ന് ക്ലാസ്സിൽ സെൻഡ് ഓഫ് ആഘോഷിക്കാൻ പറ്റി, പിന്നെ രണ്ടാമത് സ്കൂളിൽ ആഘോഷിക്കാൻ പറ്റി, ഇപ്പോൾ മൂന്നാമത് നമ്മൾ വിചാരിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ നമ്മുടെ മിസ്സിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റി. മിസ്സിന്റെ വീട്ടിലേക്ക് പോയി റോസ്റ്റ് ഇതായിട്ടാണ് വന്നിട്ടത്. എന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മിസ് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. മിസ്സിന്റെ എല്ലാ പല്ലും കാണും. പിന്നെ മോളെ നല്ലാതെ വേറെ വിളിക്കുന്നില്ല. ഇടയ്ക്കിടക്ക് പറയാറുണ്ട് ബിജലി മിസ്സിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ബിജലി മിസ്സിനെ കിട്ടിയത് അത്ര ഭാഗ്യാണ്. ആരെ കുറിച്ച് നല്ലത് പറയണെങ്കിൽ അത്രക്കും നല്ലത് ആയിട്ടാണ്. നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾ ലക്കിയാണ്. ഞങ്ങൾക്ക് ബിജലി മിസ്സിനെ കിട്ടിയില്ല, അത് ഭയങ്കര ഞാനും വിശ്വസിക്കണില്ല. മീരാൻ സാർ പറഞ്ഞത് നമ്മളോട് അങ്ങനെ സംസാരിക്കാത്ത ആളാണ്. കൂടെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും എക്സാമ്പിള് നമുക്ക് അധികം പേർക്കും ആ 3 ദിവസം ട്രിപ്പിന് പോകാൻ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ 1 ഡേ ട്രിപ്പ് എങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോൾ നമ്മൾ ആദ്യം പ്രിൻസിപ്പളിനോട് പോയി പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൾ സമ്മതിക്കൊന്നുമില്ല. പക്ഷേ മിസ് നമ്മളെ കൂടെ നിന്നുകാണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിസ് പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയി പറഞ്ഞു. ഇതുവരെ അവർ ടീച്ചേഴ്സും അങ്ങനെ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൂടെ വന്നിട്ടില്ല. ഒരു 3 ദിവസത്തെ ട്രിപ്പ് ആകുമ്പോ എല്ലാവരും ഒരുമിച്ച് വരില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ആ ഒരു 3 ദിവസത്തെ ട്രിപ്പില് കുട്ടികൾ വരാതെ ആയപ്പോ നിങ്ങൾക്ക് എന്തായാലും ഒരു 1 ഡേ ട്രിപ്പ് വയ്ക്കണമെന്ന് ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നു. നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. അപ്പൊ തന്നെ ടീച്ചറോട് പറഞ്ഞിരുന്നു ഒരു ദിവസത്തെ ട്രിപ്പ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് വേണ്ടിയിട്ടാണ് ആ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. ശരിക്കും വേറെ കുട്ടികൾ വളരെ കുറച്ച് പേരിൽ ഉണ്ടായുള്ളൂ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. അത് ശരിയാണ് പറഞ്ഞത്. കാരണം എനിക്കൊരാഗ്രഹം നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുണ്ട്. അതാണ് പ്രധാന കാര്യം. അനുഭവങ്ങൾ ഷെയർ ചെയ്യും. 2 വർഷത്തെ കുട്ടികളായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ക്ലാസ്സില് നമ്മൾ ഒരുമിച്ചല്ല എല്ലാം പറയലും പ്രവർത്തിക്കലൊക്കെ. ഒരു ടീച്ചർ സ്റ്റുഡന്റ് ആണെന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ വിളിച്ചപ്പോ എനിക്ക് വരാനും ഒരു മടി ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ എന്താ പറയാ, വളരെ മിസ് ചെയ്യും എല്ലാവരെയും. കൂടുതൽ കഴിഞ്ഞ ബാച്ചിനെ വെച്ച് നോക്കുമ്പോ ഒരുപാട് അടുപ്പമുള്ള കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും മിസ് ചെയ്യും. എല്ലാവരും നല്ലൊരു ഭാവി ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. तो को पंग लगे
ഫോട്ടോസൊക്കെ എടുത്ത് ഇന്നത്തെ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സ്കൂൾ വെച്ച് നടന്നിട്ടില്ലെങ്കിലും പ്ലാൻ ചെയ്തതിനേക്കാൾ അടിപൊളിയായിട്ട് നമ്മുടെ പ്രോഗ്രാം നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.